ഒരുപാട് എൻ്റെ പ്രേക്ഷകർ ചാനൽ കാണുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ മക്കൾക്ക് ഏത് തരം കോഴ്സാണ് പഠിക്കേണ്ടത്, ഏത് തരം കോഴ്സ് പഠിച്ചാൽ വളരെ പെട്ടെന്ന് ജോലി കണ്ടെത്താൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ കോഴ്സുകളെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക എൻ്റെ ടെക്നോളജി, എൻ്റെ മൊബൈൽ ഫോൺ, എൻ്റെ കമ്പ്യൂട്ടർ, സോളാർ എന്നിതാണ്. അത് കൂടാതെ തന്നെ അത്തരം മേഖല അല്ലാതെ തന്നെ ധാരാളം പുത്തൻ മേഖലകൾ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വാട്ടർ ട്രീറ്റ്മെന്റ്, വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒഴിവുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അത്തരം ഒഴിവുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിപ്പോ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ സ്ഥാപകനും അതിന്റെ ഫൗണ്ടറും ചെയർമാനുമായ എന്റെ പ്രിയ സഹോദരൻ മരിക്കാർ എന്റെ കൂടെയുണ്ട്. എന്താണ് ഈ ഐവർ ടെക്നോളജി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഐവർ? അതൊന്നും ആദ്യം പറയും. ഐവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് എൻവയോൺമെന്റൽ റിസർച്ച്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു പേരാണ്. ഓ ശരി, ഞാനത് ടെക്നോളജി വൈഡ് ആണ്. അല്ല, അതില് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ തൊട്ടിട്ട് എൻവയോൺമെന്റൽ റിസർച്ച്. ഞാൻ മരിക്കാറെ ഈ ഒരു എന്റെ പ്രോഗ്രാമിൽ ഒരു മുഖാമുഖത്തിന് ക്ഷണിച്ചത് തന്നെ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ടെക്നീഷ്യന്മാരെ വേണം, വെള്ളം ശുദ്ധീകരിക്കാനും വെള്ളവുമായി ബന്ധപ്പെട്ട മെഷീനറികളൊക്കെ ഫിറ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാനുള്ള ടെക്നീഷ്യന് വേണം. ഞങ്ങള് ബംഗാളിൽ നിന്ന് ബംഗാളികളെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ടെക്നീഷ്യൻ ആക്കട്ടെ, അംശേ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. നമ്മുടെ കേരളത്തില് കുപ്പിവെള്ളം ഉപയോഗിക്കും എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു? നമുക്ക് വെള്ളം ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. പക്ഷെ നിങ്ങള് GCC കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കടൽ വെള്ളമാണ് ശുദ്ധീകരിക്കുന്നത്, അവർക്ക് വെള്ളമില്ല. അപ്പൊ ആ കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് അവിടുത്തെ വെള്ളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം കേരളത്തിലാണെങ്കിൽ ഇന്ന് നമ്മുടെ വീടുകളിലടക്കം വാട്ടർ ട്രീറ്റ്മെന്റ് ചെറിയ പ്ലാന്റ് തൊട്ടിട്ട് ഹോസ്പിറ്റല്, ബിൽഡിങ്ങുകൾ, അതേപോലെ ഫ്ലാറ്റുകൾ, ഇവിടൊക്കെ എന്തുണ്ട്, വലിയ വലിയ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉണ്ട്. അപ്പൊ ഇവിടൊക്കെ എന്ത് വേണം? ഈ പ്ലാന്റുകൾ വേണം. പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആളുകൾ വേണം, അതിന്റെ സർവീസിന് ആളുകൾ വേണം, അതിന്റെ പ്ലാന്റ് ഡിസൈൻ ചെയ്യാനുള്ള ആളുകൾ വേണം, അതിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വേണം, അതിന്റെ ഇലക്ട്രോണിക്സ് അറിയുന്നവർ വേണം, അതിന്റെ ഓട്ടോമേഷൻ അറിയുന്നവർ വേണം. അങ്ങനെ ഏതെല്ലാം തലത്തിൽ സ്കില്ലുള്ള ആളുകളും നോൺ സ്കില്ലുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന തലത്തിൽ ഈ മേഖലയിലെ ജോബ് പറഞ്ഞു വന്നത് ധാരാളം തൊഴിൽ സാധ്യത ഉണ്ട് ഈ വാട്ടർ ട്രീറ്റ്മെന്റ് മേഖലയിൽ. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തൊഴിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴേ നൂറുകണക്കിന് പോസ്റ്റുകൾ ഒഴിവുണ്ട്. ഏതായാലും അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇടാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആളുകളെ, ഇത് ഐഡിയ ഇല്ലാത്ത ടെക്നിക്കൽ അറിയാത്ത ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ജോലി കൊടുക്കാനുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 20 വർഷമായിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ഉണ്ട്, പ്ലാന്റുകൾ ഉണ്ട്, അതിന്റെ സർവീസ് ഉണ്ട്, അതിന്റെ മെയിന്റനൻസ് ഉണ്ട്. എറണാകുളത്ത് ഞങ്ങൾ തുടങ്ങി. ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനാണ് നമ്മളിത് തുടങ്ങിയത്. പക്ഷെ ഞാനിത് തുടങ്ങിയ ഉടനെ തന്നെ എനിക്ക് വരുന്ന കോള് കംപ്ലീറ്റ് എനിക്ക് സ്റ്റാഫിന്റെ തരും ഈ ചോദ്യം വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ മാൻ പവർ ഇല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി ബംഗാളിൽ കയറിയിട്ട് ബംഗാളികളെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് എങ്കിലും ഈ ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാണെങ്കിൽ അത്രയും നല്ലത്. ഈ ഡയാലിസിസ് സെന്ററിലൊക്കെ ധാരാളം വെള്ളം മെഷീനറി യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. കാരണം ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കോട്ടക്കൽ തന്നെ ഇപ്പൊ വേൾഡില് പ്രശസ്തിയുള്ള ഒരു സ്ഥാപനം ഉണ്ടല്ലോ ആയുർവേദത്തിലൊക്കെ, അവരടക്കം നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ടാകുന്ന ചോദിക്കും. വെള്ളം ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് മേഖല ഉണ്ട്. അതിൽ എന്ത് തരം ജോലി, എങ്ങനെയായിരിക്കും അതിന്റെ സ്റ്റൈല്, അതോടൊപ്പം അതുപോലെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും ആ ഒരു ജോലി കിട്ടാൻ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ പ്ലാന്റുകൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ ഉണ്ടല്ലേ, വലിയ വലിയ ലക്ഷക്കണക്കിന് ലിറ്ററിന്റെ പബ്ലിക്കലായിട്ടുള്ള സീവേജ് ട്രീറ്റ്മെന്റും മറ്റൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് ഡ്രിങ്കിങ്ങും സീവേസ്റ്റും ഒക്കെ എല്ലാ മേഖലയിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്തുകൊണ്ട് ഇത് ഫെയിലിയർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് യോഗ്യതയുള്ള ആൾക്കാരല്ല, അത് ഓപ്പറേറ്റർമാർ. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഒരു പ്രവാസിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള അതിന് അവരുടെ ക്വാളിഫിക്കേഷനോ അവരുടെ ഏജോ ഒന്നും പ്രശ്നമില്ല. അവർക്കൊരു ഓപ്പറേറ്ററായിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ഞങ്ങളടുത്ത് ട്രെയിനിങ് ചെയ്തിട്ട്, ഞങ്ങൾ വെറും തിയറി ക്ലാസ് അല്ല കൊടുക്കുന്നത്, ഈ പ്ലാന്റിൽ പോയിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനത്തെ സാധാരണക്കാരനായ ആൾക്കാർക്കുള്ള പ്ലാന്റ് ഓപ്പറേറ്റർമാരുണ്ട്. ഇനി കുറച്ച് ടെക്നിക്കലി പഠിച്ച കുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, മൈക്രോബയോളജി കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, ഇവർക്കൊക്കെ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് വലിയൊരു പ്ലാന്റുകൾ കണ്ടെങ്കിൽ അവിടെ ഒരു സിവിൽ വർക്ക് ഉണ്ടല്ലോ, അവിടെ പ്ലാന്റിന്റെ ഡിസൈനിങ് ഉണ്ട്, ആ പ്ലാന്റിന്റെ കാൽക്കുലേഷൻ ഉണ്ട്.
അവിടെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്കുണ്ട്. ഇനി ആളുകൾക്കുള്ള ഇനി ഒരുപാട് ടെസ്റ്റിംഗ് ലാബാണ് നോട്ടിക്കോളി. അവിടെ മൈക്രോബയോളജി കഴിഞ്ഞ MSc BSc മൈക്രോബയോളജി കഴിഞ്ഞ കുട്ടികൾക്ക്, അല്ലെങ്കിൽ പിന്നെ കെമിസ്ട്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഇതൊക്കെ സാധ്യതയാണ്. അപ്പോൾ ഏത് എന്നുള്ളതല്ല, കാരണം എല്ലാ മേഖലയും നമുക്ക് അതാത് യോഗ്യതക്കനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകളാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ ഇതിനനുസരിച്ച് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഗൈഡൻസും ഡീറ്റെയിലൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് വരുന്നത് ഇപ്പൊ ഒരുപാട് പ്രവാസികൾ എന്റെ ചാനൽ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കാറുണ്ട്, ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഇത്ര വല്ല സംരംഭം തുടങ്ങാൻ പറ്റുമോ, ഒരു വെള്ളത്തിന്റെ കമ്പനി തുടങ്ങാൻ പറ്റുമോ, അതല്ലെങ്കിൽ എന്ത് തരം കമ്പനിയെ തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ. അതിന് എത്ര മുതൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊന്നും ഇപ്പൊ വലിയ ഇൻവെസ്റ്റ്മെന്റിൽ 20 കൊല്ലം വന്ന ആളൊന്നും അല്ല. ഇപ്പൊ ഇങ്ങോട്ട് തുറന്നു പറയാം, നമ്മൾ ഇതിന് സമയം കണ്ടെത്താൻ താല്പര്യമുണ്ട്. എനിക്ക് എന്റെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയ കമ്പനി സംരംഭം തുടങ്ങാൻ പറ്റും, എവിടെയും തുടങ്ങാൻ പറ്റും. സർവീസ് സെന്ററോ സെയിൽസോ എന്തും തുടങ്ങാൻ പറ്റും. എല്ലാ എക്യുപ്മെന്റ്സും മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാം. അതാണ് വേണ്ടത്. അതാണ് ആ രീതിയിൽ. കാരണം നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കോഴ്സ് പഠിപ്പിച്ച് വിടുക എന്നുള്ളതല്ല, അവരെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളത്. അവരുടെ സ്കില്ല് മാക്സിമം ബിൽഡ് ചെയ്ത് അവരെവിടെയെങ്കിലും എത്തണം. അപ്പോഴാണ് നമുക്ക് അതിനൊരു ഇത് വരും. അപ്പൊ പ്രവാസികൾ ധാരാളം എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുറഞ്ഞ മുതൽ മുടക്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സാധ്യത ഉണ്ടോ എന്ന്. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഇളകിയ ഞാൻ അതിന്റെ ടെക്നിക്കൽ ടെക്നോളജിയും പറയും. അതല്ലാതെ തന്നെ ഈ ഒരുപാട് മേഖലകൾ ഇതുപോലെ ജോലി സാധ്യതയും ബിസിനസ് സാധ്യത ഉണ്ട്. അതിലൊന്നാണ് GCC കൺട്രീസിലടക്കം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സൗദിയിൽ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്പനിയോട് തുടങ്ങാൻ പറ്റും, നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പൊ അവിടെ നിന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ ഇതിൽ അറിയേണ്ടത് ഈ ജോലി സാധ്യതകള് AI ഒക്കെ വരുന്നതോട് കൂടി ഒരുപാട് ജോലി ഇല്ലാതാവുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാതാവുമെന്ന് അത് സംശയമൊന്നുമില്ല. ഇതൊരു സ്കില്ലാണ്. ഒരു സ്കില്ലൊന്നും അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല, അല്ലെ? അപ്പൊ ഇത് വിദേശ രാജ്യത്തും ഇതുപോലെ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്, അല്ലെ? അവിടേക്ക് വിദേശത്തേക്ക് വെള്ളം കുടിക്കണ്ടേ? നമ്മളെ സോഴ്സിലുള്ള വെള്ളം ഓരോ ദിവസം മലിനാവണം, ഓരോ ദിവസം മോശമാവണം. ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഒരു സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് അത് പെട്ടെന്ന് ഒന്നും കൊണ്ടുപോകുന്ന ഒരു സാധനം. അപ്പൊ ഒരു വാട്ടർ ബോട്ടിൽ നിർമ്മാണ കമ്പനി തുടങ്ങാനും അതിന്റെ ലാബ്, അല്ലെ, ടെസ്റ്റിംഗ് ലാബ് തുടങ്ങാനും അതൊക്കെ ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇനിയിപ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എന്ത് എക്സ്പെൻസ് വരും ഈ ഒരു ജോബ്, എത്ര മാസം ഇങ്ങനെ പഠിക്കേണ്ടി വരും, പഠനം എന്താ പറയുക, ജോലി കിട്ടുന്നവരെ പഠിക്കാൻ എന്ത് എക്സ്പെൻസ് വരും, ഇത് ജോലി എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കണം. അപ്പൊ എത്ര? 1 ഇയറിന്റെ ഒരു കോഴ്സ് ഉണ്ട്. 1 ഇയർ ഒരു വർഷത്തെ എറണാകുളത്തുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്. ആ കോഴ്സ് ഞങ്ങൾ അവരുടെ 100% അവർക്ക് ജോബ് ഞങ്ങൾ അഷ്യൂർ ചെയ്യും. കാരണം ഒരു പീരീഡ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അവർ വിടുന്നില്ല. എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കും. അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ സെയിൽസ്മാന്റെ കൂടെ ടെക്നീഷ്യന്റെ കൂടെ നിന്നിട്ട്, കാരണം ഞങ്ങൾ ഈ 10-20 വർഷമായിട്ട് നമ്മൾ ചെയ്ത പ്ലാന്റുകൾ, ഈ പ്ലാന്റുകൾ അവരെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഷോർട്ട് ടേം ആയിട്ട് ചെയ്യണമെങ്കിൽ അതുണ്ട്. ഇപ്പൊ വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പല സംരംഭങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശനി ഞായർ മാത്രം ഒരു ഫുൾ ഡേ 2 days അത് നമുക്ക് ലോങ് പീരിയഡ് ആയിരുന്നു. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ശനി ഞായർ മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ കോഴ്സുകൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു കോഴ്സ്, ഒരു മേലുള്ള ഒരു കോഴ്സ് ആവറേജ് ഒന്ന് പറയാം, ഒരു 18,000 തൊട്ട് രൂപ മുതൽ 1,80,000 വരെ, 1,80,000 രൂപ വരെ. ഇതാണ് മാക്സിമം 1,80,000, കുറഞ്ഞ ഒരു 18,000. അപ്പൊ ആളുകൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. 1,80,000 ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് തന്നെ ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഏതൊരു സ്കില്ല് പഠിച്ച ഒരു കുട്ടി ഇന്ന് കേരളത്തിൽ വെറുതെ നടക്കുന്നില്ല. നിങ്ങൾക്ക് ഏത് സ്കില്ലും സ്വായത്തമാക്കാം. അത് നന്നായി പഠിക്കണം, എക്സ്പീരിയൻസോടെ പഠിക്കണം. പഠിച്ചു ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് ആ ജോലി ചെയ്യാൻ പറ്റണം. ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടറാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഈ ഒരു ഡീറ്റെയിൽ കൂടുതൽ അറിയാൻ നമ്മൾ ഇങ്ങനെ ഒരു വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുക, അല്ലെ? നിങ്ങളെ വിളിക്കാനും ഉള്ള ഡീറ്റെയിൽ താഴെ കൊടുക്കാം. നിങ്ങൾ അതിൽ വിളിക്കുക, ഡീറ്റെയിൽ ഇവർ അയച്ചു തരും. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കല് നമ്മുടെ സ്ഥാപനം ഉണ്ട്, അല്ലെ? സ്മാർട്ട് സിറ്റിയിൽ ഉണ്ട്. അതുപോലെ എറണാകുളത്ത് ഇവിടെ കലൂര എവിടെയാണ്? അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ ഫ്രണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടു. കൊച്ചിൻ മെട്രോന്ന് ഇറങ്ങിയ ഒരു 50 മീറ്റർ നടക്കും. ഓ, മെട്രോയുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരുപാട് ഗുണങ്ങൾ എന്താണെന്ന് പറയാം. അവിടെ ഒരുപാട് പിന്നെ
ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈവൻ ഗേൾസിനാണെങ്കിൽ ഒരു ഹോസ്റ്റലുകളുണ്ട്, ആണുങ്ങൾക്ക് വേറെ ഹോസ്റ്റൽ. പിന്നെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇൻഡസ്ട്രികൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് വിസിറ്റ് ചെയ്യാനും ടെക്നിക്കലും പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ധാരാളം ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡറൊക്കെ പിടിച്ച് ഒരു സെയിൽസ്മാൻ ആവാനുള്ള അവസരമുണ്ട്. ഇദ്ദേഹത്തിന്റെ അവിടുത്തെ പഠിച്ച ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പഠന നേരത്തെ തന്നെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് ഫിറ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ആയിട്ട് കിട്ടുന്ന അങ്ങനെ വാട്ടർ ട്രീറ്റ്മെന്റ് മേഖലയിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐവർ അല്ലെ, ഐവർ എന്ന സ്ഥാപനത്തിനെ തന്നെയാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു സമാനമായ ഒരു സ്ഥാപനം കേരളത്തിൽ നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളോടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. താഴെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പുതിയൊരു കരിയർ ഗൈഡൻസുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി.